ഓച്ചിറയിൽ 12-കാരിയെ കാണാതായ സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്താൻ പോലീസ്. ഓച്ചിറ സ്വദേശി അഭിജിത്തിനെയും പെൺകുട്ടിയെയും ഇന്നലെ പൂനെയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. 25-ന് രാത്രിയാണ് കൂട്ടുകാരുടെ വീട്ടിൽ പുസ്തകം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞ് 12-കാരി വീട്ടിൽ നിന്നിറങ്ങിയത്. അതേസമയം പ്രതിയെ കേരളത്തിലെത്തിച്ച കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നും എറണാകുളം ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ പറഞ്ഞു. കഴിഞ്ഞ 25-ാം തീയതിയായിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കേസിൽ നടന്നത്. അന്ന് തന്നെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ആദ്യം ലൊക്കേഷൻ മംഗളപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിനെ ഗോവയിലേക്ക് അയച്ചു. പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവിയിലാണ് കണ്ടത്, മുംബൈ അടുത്ത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി കറങ്ങി നടക്കുന്നതായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അപ്പോഴേക്കും ഈ കുട്ടി ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡി എടുക്കാൻ സാധിച്ചു. ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവാണ് കൂടുതലുള്ളത്. അയാൾ കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയതിന് ശേഷം അയാൾ വിശദമായി ചോദ്യം ചെയ്ത് 18 വയസ്സായ കുട്ടി എന്ന നിലയ്ക്ക് കിഡ്നാപ്പിംഗ് അടക്കമുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുന്നതായിരിക്കും.